ഹലോ, ഇന്നൊരു മീൻ കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് മീൻ കിട്ടി, എന്നാൽ പിന്നെ അതൊന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതേ നോക്കി, കഴുകി വെച്ചിരിക്കുന്ന കേരയാണ് കേട്ടോ ഇത് നമ്മുടെ മീൻ. കഴുകി വെച്ചിരിക്കുന്ന കേരയിലേക്ക് ഒരു 1.25 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്മി കൂട്ടി പൊത്തി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും ഉള്ളിയും ഇഞ്ചിയും വേപ്പിലയും ഇടയ്ക്ക് വന്ന സാധനം കണ്ടോ, ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നീറ്റാക്കി എടുക്കാം. അതൊക്കെ ഒന്ന് തോലൊക്കെ പൊളിച്ച് കഴുകി ചതക്കാനുള്ളത് ചതച്ചും അരിയാനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ നമുക്ക് വെക്കാവേ. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇഞ്ചിയും കൂടി ചതക്കുന്ന സ്റ്റൈലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ തന്നെ ചതക്കാളൊക്കെ ചതച്ചും അരിയാനുള്ളതൊക്കെ അരിഞ്ഞതിന് ശേഷം അടപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് അതൊന്ന് വഴറ്റണം കേട്ടോ. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റണേ. അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും വേപ്പിലയും കൂടി ഒന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാവേ. സവാള ഇട്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും കൂടിയിട്ട് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് അതും നമുക്കൊരു 2 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം ഞാൻ മൂടി ഒന്ന് തുറന്നപ്പോൾ പാകം ഇതാണ്. അപ്പോൾ ഞാനോർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഞാനോർത്തതല്ല, ശരിക്കും ഇളക്കി കൊടുക്കണം. വീണ്ടും ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ചു കേട്ടോ. വീണ്ടും ഞാൻ തുറന്നു. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പൊടികൾ ഇടാം അല്ലേ. നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മെയിനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് നോക്കി വേണം കേട്ടോ ഇതിലിടാൻ വേണ്ടി. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. സ്പൂൺ ചെറുതാണേ. കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. അതൊന്ന് ഒരു 10-15 സെക്കൻഡ് നേരത്തേക്ക് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടിയൊക്കെ തുറന്നപ്പോഴേക്കും ആ മസാലയുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ആ കപ്പ് കണ്ടോ, ആ കപ്പിലൊരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ലേശം കുറവ്. എന്നാൽ ഇരിക്കട്ടെ, പൊടിക്കൊരു ഉപ്പെന്ന് വിചാരിച്ചു ഉപ്പിട്ട്. ഇതിൽ ഞാൻ വാളംപുളിയല്ല ഇടുന്നത്, വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെക്കാവേ. അടച്ച് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ പുരട്ടി വെച്ച മീനില്ലേ, ആ മീൻ കഷ്ണം അങ്ങോട്ട് ഇട്ടു. അതൊക്കെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അതൊട്ടൊന്ന് ഇളക്കണം. ശരിക്കും മീൻ കറിയിൽ കയ്യിലിട്ട് അങ്ങനെ ഇളക്കാൻ പാടില്ല, പക്ഷേ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ഇളക്കിയതാണ് കേട്ടോ. അങ്ങനെ അതും ഇട്ട് ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് മൂടി വെച്ച് 5-6 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കി. കൊള്ളാല്ലേ കറി കണ്ടപ്പോൾ. എന്നാൽ പിന്നെ ഒന്ന് ടേസ്റ്റ് വെക്കാം. എന്താ ഭാവം, പൊളിച്ചട്ടോ. അങ്ങനെ മീൻകറിയും സെറ്റാണ്. അപ്പോൾ പിന്നെ കറിയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പിടി പിടിച്ചിട്ട് വരാം. നാളെ കാണാമേ. ടാറ്റാ, ബൈ.